ഇതെന്തുറ്റടാ കുട്ടുണ്ടായേ? എന്റെ ഗോഡ്സംബായ് ക്ലാഡു കാലത്തൊട്ട് കുപ്പി വേണമെന്ന് പറഞ്ഞു വൻ സീന്. കുപ്പി വാങ്ങാൻ വേണ്ടി ബാറിൽ പോയി ഈ ദുർബലിനെ എക്സസൈസ് പൊട്ടിക്കുകയും ചെയ്ത് ബാറും പൊട്ടിച്ച്. അങ്ങനെ വൈകുന്നേരം വരെ നോക്കിയിട്ട് കുപ്പിയൊന്നും കിട്ടിയില്ല. അവസാനം നമ്മുടെ കാട്ടാൻതൊട്ടുള്ള ഷാജിയില്ലേ? ഏത് ഷാജി? നമ്മുടെ പട്ടാളത്തിലുള്ള. അവന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലിന്റെ വാക്കും കേട്ട് ഗ്ലാഡ് ഒരു കുപ്പി സാനിറ്റൈസർ എടുത്തായിട്ട് കുടിച്ചു. സാനിറ്റൈസറാ? എൻ്റെ ഒരു ജനറൽ നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കോഹോൾ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞത് നേരാ. പക്ഷെ നമ്മുടെ ഗ്ലാഡ്സ് അതെടുത്ത് കുടിക്കുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിക്കണല്ല. ഞാൻ അയ്യോ അൺകോൺഷ്യസ് വിളിക്കണ്ട, ഉടനെ അപ്പം മദ്യം ചോദിക്കും. അതിനിപ്പോ എന്താ കുഴപ്പം? കുട്ടമ്മ സാധനല്ലേ? ഏത് സാധനം? കാട്ടാന്തോട് ഷാജി ഉണ്ടെന്ന് മേടിച്ച സാധനല്ലടാ. അത് ടെൻഷൻ കൂടിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് അടിച്ചടിച്ച് സാധനം തീർന്നു, തൊലിച്ചു. ഹായ്, ആനകളി തുടങ്ങി. നേരത്തെ കുതിരകളി ഇറങ്ങും. തുമ്പിക്കൈപ്പൊ കണ്ടോ? ചേട്ടാ കുപ്പി കിട്ടിയാ? കിട്ടൂടാ. ചേട്ടായി സെറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടാനെ പറ്റിക്കണ സത്യം പറ. ഗ്ലാഡു കുറച്ചു നേരം കൂടെ ഒന്ന് കിടന്നുറങ്ങണ. ഇനിയും ഉറങ്ങണ? ഇച്ചിരി നേരം കൂടി. അപ്പോഴേക്കും ചേട്ടായി ഒരു ഫുള്ളായിട്ട് വരും. നല്ല മല്ലേ? ഇച്ചിരി നേരം. അടുത്ത കളി തുടങ്ങുന്ന മുമ്പ് കുപ്പി ഒപ്പിച്ചോട്ടോ പോയി. മക്കളെ ആടി നമ്മുടെ ഗ്ലാഡുവിന്റെ സൗണ്ടല്ലേ കേൾക്കണം? അവന്റെ തന്നെയാ. പോയി നോക്കാം. നിങ്ങളുടെ അനിയല്ലേ, നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. വേറെയും സൗണ്ട് കേൾക്കണ്ടല്ലോ. പണ്ടവിടെ ഇന്നലെ പട്ടി എങ്ങാനാണ്. മിണ്ടിപ്പോറ് തലയിൽ പൊളിക്ക് ഞാൻ തള്ളേ. അത്തേക്ക് പോയിക്കേ. പോലീസിനെ വിളിച്ചൊന്ന് ഇഞ്ചപ്പ ഇപ്പൊ കത്തിക്കില്ല. പട്ടിയായിരുന്നില്ല, അപ്പൊ ജോസായിരുന്നു. നീ എന്ത് പ്രാന്തി കാണിക്കണേ? എന്റെ ജോസ് എന്തുട്ട് പ്രശ്നം? ഞാൻ കൊല്ലണം പന്നി. നീ സാമ്പിൾ ഉപ്പില് ചിന്തൊട്ടൊക്കെ നീ കാണിക്കണേ. വാങ്ങട്. അതായിരുന്ന കാര്യം. അപ്പൊ അതിലും വലിയ നാറിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? കട്ടൻ ചായ വേണേ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നു. അത് നീ മതിലും ചാടി വരണം. താടി മുടി വെച്ച മൈത്താന്റെ വരെ പിടിക്കാം. അറിഞ്ഞിരിക്കണ്ടേ മദ്യം കൊണ്ട് പറ്റാ. 10 കുപ്പി മദ്യാണ് മറ്റേ എറണാകുളത്ത് ഇവിടെ എത്തിക്കണേ. നമ്മുടെ ദുർബലൻ എടുക്കാൻ പോയണേ. ചേട്ടായിടെ പൊന്നു മോണില്ലേ, ഒരു 1/2 മണിക്കൂർ സമയം ചേട്ടായി കേറാ. അരമണിക്കൂർ മാക്സിമം. അത് കഴിഞ്ഞാൽ പറ്റൂല. അരമണിക്കൂർ കഴിഞ്ഞാൽ ഒട്ടും പറ്റൂല. മതി, അത് മതി. അച്ഛനും അച്ഛനും അച്ചാച്ചനും ബാക്കി കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ എന്തായാലും കിട്ടും. നമുക്ക് തരാതെ പിന്നെ അവൻ ആർക്ക് കൊടുക്കാനാ? ആണേ. രാവിനോ ഒരു കുപ്പി ഒന്നരാ 850 രൂപ വരാം. കൊടുക്കണില്ല. അവൻ കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ലാണോ? നീ അവനൊന്നുകൂടെ വിളിച്ചേ.
വിളിക്ക്. വിളിക്ക്. വിനുവേ ഈ 520 മാട്ട സാധനത്തിന് 850 അത്ര കുറവൊന്നല്ലേട്ടാ. പിന്നെ നീ ആയോണ്ട് ഞാൻ പറഞ്ഞൊരു 1000 ആക്കിണ്ട്. 2 രൂപ എടുത്തേക്ക് ഞാൻ തപ്പാ കൊടുക്കില്ല. അതെന്താ കൊടുത്തത്? ഷോമിയോടെ വിനു. ദേ, ഇവന്മാര് പറയുന്ന കേട്ടെ ഈ 850 ആയിരത്തിനൊന്നും കൊടുക്കാൻ നിൽക്കണ്ടേട്ടാ. നല്ല കാശ് കിട്ടണ സമയം. ഞാൻ ഒരു 1500 വെച്ച് 3 കുപ്പി അങ്ങോട്ട് എടുക്കാം. കൊടുക്കില്ല. എന്താ കൊടുക്കാത്തത്? ഞാൻ എപ്പോഴും വീട്ടിൽ പോയെന്ന് പറഞ്ഞു. എടാ ബിനുവോ, ഇത് പാപ്പനാടാ. കയ്യും കാലും മറിച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊന്നും കൊടുത്ത് കൊടുക്കാൻ പറ്റില്ലടാ. നിന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പാപ്പന് 1 ലിറ്റർ താടാ. 2000 രൂപ തരാടാ പാപ്പൻ. കൊടുക്കണില്ല എന്ന് മാത്രം പറയരുതടാ. കൊടുക്കില്ല. പാട്ടി വേണ്ട, ഞാനടി നിർത്തി. പൊന്നുമലാണ് ഓരോ തുള്ളിക്കൊപ്പ കാശ് അവിടെ ഇരിക്കട്ടെ. ഗജാനനം ഭൂതഗണാതിസേവിതം ഇത് ഞെക്കിയിട്ട് ഇവിടെ ഈ കുറ്റിയോ? ആ കുറ്റി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അയ്യോ, ഷെയ്ക്കിന്റെ കൊറോണ സാനിറ്റൈസർ. മോനെ, പാടത്തേക്ക് പറപ്പിച്ച് വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നവനും എനിക്ക് വേണം. ഓക്കെ? ശരി സർ. ഗുഡ് ബോയ്. എല്ലാ കവലയിലും കിറുക്കന്മാരാ. ഇതിന് മാത്രം കിറുക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണോ ഇങ്ങോട്ട് പറഞ്ഞത്? ഇങ്ങോട്ടൊന്നും വരില്ല, ഇവിടെ സേഫ് അല്ലേ സുമേഷ്? സൈക്കിൾ നിർക്കണ്ടേ? അവനെനിക്ക് വേണം. വേറെ ആര് കിട്ടിയില്ലെങ്കിലും അവനെവിടെ എന്ത് മോശമായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. പോലീസിന്റെ ഡ്രോണാണെന്ന് അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ. അവൻ തോറ്റു സാറേ. എനിക്ക് അവന്റെ മുഖം വേണം. ക്യാമറ തിരിക്ക്. സാറേ, ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. മോള് വിട്ടത്തോണ്ട് നത്തിന്റെ കൈ വറക്കാൻ നോക്കിയോ? എന്റെ മാത്രല്ല, കൂട്ടിന്റെ കൈ നത്തെ അരിഷ്ടത്തിൽ വെച്ച് സോഡ വെച്ചടിച്ച ചെറിയ ഇന്നലെ അടിച്ചതാ. ഷർട്ട് ഇടാനും മറന്ന് പുല്ല്. അയ്യോ തുമ്പ. ആ ഷെഡിയെ നിങ്ങളെന്തോ ഓടിയേ? എടാ സുമേഷേ, നീ വെറുതെ തമാശ കളിക്കല്ലേ. ഇവിടെ ഡ്രോണ്? ആ അതെ, ഞാനും സൈക്കിൾ ഷോമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കുമായിരുന്നു പാടത്ത്. അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു വന്നടാ. അയ്യോ, അതിപ്പോ പോലീസിന്റെ തന്നെയാ. എന്നിട്ടെന്താ, ഒരു റമ്മിന്റെ കുപ്പി എടുത്ത് ഞാൻ അത് പടപടച്ചു. അയ്യോ സുമേഷേ, നീ തീർന്ന്. എടാ അത് പോലീസിന്റെ ഡ്രോണാ. എടാ അതിന് സെൻസറും ക്യാമറയും മണ്ണാങ്കട്ടയൊക്കെ ഉണ്ടാവും. ഇപ്പൊ അവര് നിന്നെ ഫുള്ള് സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ ഞാൻ ചെയ്യാ? നീ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ അവര് ചെയ്തോളും. അവര് ചെയ്തോളൂന്ന് പറഞ്ഞാ? എടാ നിന്നെ കിട്ടി അവർ ഉരുട്ടി കൊല്ലും.
നീ ആ ക്ലാപ്പെടുത്തോണ്ട് അവിടെ നിന്ന് പോയേ. ഇനി മേലെ ഇവിടെ വന്നേക്കരുത്. വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യാറില്ലടാ സുമേഷേ. വെക്കടാ വാണക്കുറ്റി. സാറേ എന്നാലും എൻ്റെ പീറ്ററെ, നമ്മൾ പറത്തി വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ? ആ പയ്യനവിടെ നിന്ന് കരയുണ്ട്. സാറൊന്ന് വന്നാ അവനോട് ഞാൻ എന്താടാ പറയാ? എന്തെങ്കിലും ഒന്ന് വാ. ഓനെ കരയല്ലേ, നമുക്കത് കണ്ടുപിടിക്കാം. സാറിനെ കണ്ടറിയാം. സാറിനൊരു ഉണ്ടായി കണ്ടുപിടിക്കാൻ അറിയില്ല. അവന് മനസ്സിലായി. സാറിനറിയോ, ഞാൻ ഈ ഡ്രോൺ വെച്ച് കല്യാണമൊക്കെ പിടിച്ചിട്ടാ സാറേ ജീവിക്കണേ. എന്റെ അമ്മ അടുക്കള പണിയെടുത്ത് വാങ്ങിച്ചെന്നാ സാറേ ഡ്രോണ്. ഞാനിനി എന്തു ചെയ്യും സാറേ? എനിക്ക് വേറൊരു പണിക്ക് പോകാൻ അറിഞ്ഞൂടാ സാറേ. എല്ലാ ജീവിതം മനുമോൻ കരയല്ലേ? മനുമോന്റെ ഡ്രോൺ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. ട്രസ്റ്റ് മീ. പത്തനാപുര രാജാവിനെ ക്രൗൺ അടിച്ചു മാറ്റിയവനെ കണ്ടുപിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയവനെ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. നടന്ന മോൻ ധൈര്യമായിട്ട് വണ്ടി കയറും. പീറ്ററെ സാർ, വണ്ടി എടുക്ക. പത്തനാപുരത്തേക്കാണ് സാർ. അല്ല, കോണത്ത് നിന്നിട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു. അങ്ങയുടെ തേങ്ങയും ശ്ലോകം ചെല്ലലും. പീറ്ററെ, അവിടേക്കാ പോയിട്ടുള്ളത്. അങ്ങോട്ട് വിട്, അങ്ങോട്ട് വിട്. പീറ്ററെ, അങ്ങോട്ട് വിടറാ. പറപ്പിച്ച് വിട് സാറേ. മനുമോൻ പറഞ്ഞു കേട്ടില്ലേ? പറപ്പിച്ച് വിട് പീറ്ററെ. വിട്ടു സാർ. നമസ്കാരം അമ്മേ. നമസ്കാരം സാറേ. എന്തിനാ സാറേ എൻ്റെ കൊച്ചിൻ്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത്? അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത്? സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചിലോട് കരച്ചില്ല. അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ. അയ്യോ അമ്മേ, ഞാൻ പറത്തി വിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല. പറത്തി വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി. മനസ്സിലായില്ല സാറേ? അതായത് അമ്മ, നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡ്രോൺ പറത്തിവിട്ടത്. ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യ ദ്രോഹി കുപ്പി വെച്ചെറിഞ്ഞിട്ടു. അവനെ പൊക്കാനുള്ളൊരു സാവകാശം, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു 4 ആഴ്ച. അതൊരു മാതിരി തൈര് വർത്താനല്ലേ സാറേ? അതുവരെ എൻ്റെ ചെക്കൻ എന്താ ചെയ്യാ? അവനെ സാർ പോലീസിലെടുക്കോ? പറ സാറേ. പറഞ്ഞിട്ട് പോ സാറേ. ഇമ്മാതിരി തെറി പറഞ്ഞ നിന്റെ അമ്മച്ചിയെ നോക്കൂല, മുട്ടുകാലിയിട്ട് ഞാൻ. നീ വണ്ടി കയറ. നിന്നെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ. പീറ്ററെ, വണ്ടി എടുക്ക. അവന്റെ അമ്മയുടെ ഒരു കോറ്റാടി ഒരുമാതിരി കുളിച്ച തൈരായി പോയി. പിന്നെ വീട്ടിലാകെ സീനാണ്. 10-25 വരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം നടത്താൻ അച്ഛൻ്റെ പ്ലാൻ. എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ചാൽ മതി. എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ നിനക്ക് പറ്റുമോ? എടി, ഒരു നിൽക്കക്കള്ളില്ലാണ്ടാണ് ഞാനീ നിൽക്കണേ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്നാണ് നീ പറയണേ? നിനക്കെന്നെ വേണ്ടെന്നാണോ പറയണേ? എടി, അങ്ങനെയല്ല. നിന്റെ കെട്ടിന് മുമ്പ് നിന്നെ കൊണ്ടുപോയിരിക്കും. വേറൊരാൾക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. പോരെ? ചെല്ലേ. ഇതുപോലെ നടക്കോ? നിങ്ങളെന്ത് കോണാത്തിലെ കുണ്ടയാണ് ഒരു കാര്യം പറഞ്ഞിട്ട്? എന്റെ ക്ലാഡു ആ കുംഭകുമാരൻ നിന്നിട്ട് വന്നോട്ടേന്ന്. കുംഭകുമാരൻ വരണ്ടേ? വഴിയിലും കാര്യം കാണാനില്ല. ഒക്കെ കൊറോണ ചത്തോ? ഈ പണ്ടാന്ന് തുറക്കാൻ പറ്റുന്നില്ല.
എന്തായി കുമാര? ഗോസ ശർക്കര കലക്കി 7 ദിവസം വയ്ക്കണം, 8ാം ദിവസം വാറ്റാം. 8 ദിവസം ഞാൻ പിന്നെ ഇത് മാങ്ങാണ്ടി ഉണ്ടാക്കും. ഏതായി ചാവക്കാൽ ചക്കൻ കുമാര ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ പച്ചോളം മറ്റേ മതിയാവൂലെന്ന്. ഗ്ലാഡു നല്ല മോനല്ലേ, കുറച്ച് നേരം മൊബൈലിരുന്ന് കുത്തിയെ. ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ. കുമാര അപ്പൊ ഒന്നും നടക്കില്ലേ? ഒന്നും നടക്കില്ല. മിനിമം എനിക്ക് 8 ദിവസം വേണം. സുമേഷേ സാധനോടെ സാധനമാലുണ്ട്, എനിക്ക് പേടിയാവണളിയ. എന്റെ പൊന്നളിയ, ഇത് നമ്മൾ കല്യാണത്തിന് പറത്തണ പോലത്തെ നോർമൽ ഡ്രോൺ അല്ല. ഇതിനകത്ത് ഫുൾ സെൻസറാണ്, ചിപ്പുണ്ട്. ഈ ചിപ്പുണ്ടല്ല, നീ ഈ സാധനം കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും അതിന്റെ ലൊക്കേഷൻ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിപ്പ് എന്നൊക്കെ പറഞ്ഞ അമ്മാരി ചിപ്പാണളിയ. തൊണ്ടി, അതായത് ഡ്രോൺ, നിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് ഡ്രോൺ എടുത്ത് നീയാണെന്ന് തെളിയിക്കാനാകൂ. നീ ദൃശ്യ സിനിമ കണ്ടിട്ടില്ലേ? കുഴിച്ചെടുത്തപ്പോ കിട്ടിയത് പശുവിന്റെ ശവം. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അതുപോലെ ഒരു കാരണവശാലും ഈ തൊണ്ടി ആ തെണ്ടികൾക്ക് കിട്ടരുത്. അപ്പൊ ഞാനും അതുപോലെ കുഴിച്ചിട്ടല്ലോ. ഏയ്, എത്ര അടി താഴ്ചയിൽ നിനക്ക് കുഴിച്ചിടാൻ പറ്റും? അങ്ങനെ ചെയ്താലും സിഗൽ കിട്ടും. ഒരു കാരണവശാലും ഈ ഡ്രോൺ അവന്മാർക്ക് കിട്ടരുത്. ഇല്ലടിയ, ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. സെറ്റ് ചെയ്യ്. എന്തിനാ എന്റെ ഹാൻഡിലിടണേ? അവന്റെ ഹാൻഡിലിട്ടാ പോരെ. കറക്റ്റ്. നിന്റെ കിണറാ സേഫ്, ജമ്മത്ത് പറ്റില്ല. ഫിംഗർ ചിപ്സ്. അയ്യോ, ഇനി അങ്ങനെ പറ്റു കൊണ്ടാറാം. ലളിയാ, വണ്ടി എടുക്കണം. അല്ലടാ, പശുവിനെ കുളിപ്പിക്കുക, കണ്ടില്ലേ? അല്ലളിയാ, ഇവിടുത്തെ കിണറെങ്ങനെ? വേനൽക്കാലത്ത് പറ്റുമോ? എന്തേ പറ്റിക്കണ? ഇവിടുത്തെ കിണറും കുളവും പുഴയൊക്കെ പറ്റുമ്പോഴേ ഉള്ളിലൊരു ടെൻഷൻ. എന്തല്ലയാ, നിനക്കിപ്പോ ഭയങ്കര പരിസ്ഥിതി സ്നേഹമുള്ള. ആ, അടിക്കാത്തോണ്ടോ തോന്നുന്നു, വല്ലാത്ത പരിസ്ഥിതി സ്നേഹം. നല്ല കാര്യ. അളിയാ, നിവർത്തിയില്ലാത്തോണ്ട് ചോദിക്കുക, തന്തയ്ക്ക് വിളിക്കരുത്. അതെ, 2000 രൂപ വരാം, ഒരു വെക്ക് തരും. ഇല്ലല്ലേ, ഒരു രക്ഷയില്ല. വേണ്ട. അയ്യോ, പോലീസ് അല്ല, എക്സൈസ്. മോനെ, നിന്റെ കുപ്പി പൊട്ടി. നീ അല്ലടാ ഇത്? അതെ. കുപ്പി വിടറാ. എൻ്റെ കുപ്പിയൊന്നുമില്ല. അങ്ങനെ എൻ്റെ കുപ്പിയൊന്നുമില്ല സാറേ. നിന്റെ കയ്യിൽ കുപ്പിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. നിന്റെ വീട്ടിനകത്തുണ്ടോന്നൊന്നും തപ്പട്ടെ. സതീശാ, ആ സാർ. ആ പറയും നോക്ക്, അരിച്ചു പറിക്കാൻ നോക്കണം. എൻ്റെ അടിയിലല്ലോ. കിടിയില്ല, അവിടെ ഒന്നും. നിങ്ങളുടെ മോൻ എവിടെ കുപ്പി പിടിച്ചു വെച്ചിരിക്കുന്നത് പറ. ഉള്ള സത്യം പറഞ്ഞോ, ഇല്ല എല്ലാവരും കൂടെ ജയിലിൽ പോകും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കെ. എവിടെ വെച്ചിരിക്കുന്നത്? ഇവിടെ ഒന്നുമില്ല സാറേ. എവിടെ വെച്ചിരിക്കുന്നു പറ. അതിന്റെ മോനെ എവിടാ കുപ്പി പറ. കുപ്പിയൊക്കെ ഞാൻ അടിച്ച് തീർത്ത് സാറേ. എന്നിട്ട് ഇതവിടെ പുള്ളിയെ. നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം.
പിന്നെ നീയൊക്കെ എവിടെ കൊണ്ട് താഴ്ത്തിയാലും ഞാനത് പൊക്കിയിരിക്കും. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കേട്ടോ? അളിയ നീ ഒരു ഭീകരനാട്ടാ. അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ ഇത്തവട്ട കൊണ്ടേടാ താഴ്ത്തിയത്. അതെങ്കിലും ഒന്ന് പറഞ്ഞോടാ, ഞാൻ രോമാഞ്ച കൊള്ളട്ടെ. ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ. അങ്ങനെ പറയലളിയാ. ഒരു 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 ക്ലൂയിങ് ഇല്ല. ഒരു കാര്യം ഞാൻ പറയാം, അത് വെള്ളത്തിനടിയില്ല. കിണറ്റില്ല. ഞാൻ പെട്ടു. എന്റെ സുമേഷെ, നീയല്ലേ കാലത്ത് വിളിച്ചിട്ട് എല്ലാം സെറ്റാണ്, തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞേ. എടാ തൊണ്ടിയൊക്കെ താഴ്ത്തിയത് അളിയ, പക്ഷെ ഒരു തെണ്ടി അതിനേക്കാൾ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടേ താഴ്ത്തി അവനെ പൊക്കി എന്നെ പൊക്കും. എന്റെ പള്ളി. അവശ്യ സേവനങ്ങൾക്കും ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തും എന്ന് മുഖ്യമന്ത്രി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എത്തി. എന്ത് കൊറോണ? സാർ, വേട്ടാവളി വിളിക്കുന്നുണ്ട്. എന്ത് കോപ്പിനാണോ? സാർ, പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി. ഇനി നമ്മൾ വളരെ അലർട്ടായിരിക്കണം. ഉണ്ട് സാർ. മാസ്ക്, സാനിറ്റൈസറൊക്കെ ഓഫീസിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതല്ലടോ, ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോൾ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും. അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ, ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. 5 ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. പിന്നെ AC മെക്കാനിക്കുകളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം. എടോ, കോപ്പർ പൈപ്പ് അവന്മാരുടെ അല്ലേ ഉള്ളത്. ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് വാറ്റിങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ സാബു. പിന്നെ സതീശ, നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുള്ള മദ്യം, കഞ്ചാവ്, ഡ്രഗ്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം. യു ഗോട്ട് ഇറ്റ്? ഓക്കേ സർ. ഓക്കേ സർ. I am very fast. You may go. Okay, sir. ഈ ചേനക്കാർ എന്തുണ്ടാക്കാൻ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് മാത്രം ഒട്ടില്ലായി പോയില്ല ദൈവമേ. ദവാനില്ലേ? ദേവാനില്ല. പിന്നെ എന്നിട്ടുള്ളേ ഇവിടെ ഉള്ളതുള്ളൂ. എന്നുള്ളതുണ്ടോ? വേഗം കേട്ടോ, വെറുതെ. പോലീസ് അല്ല, എക്സസൈസ്. ഗുഡ് മോർണിംഗ് സാർ. കണക്കെടുക്കാൻ വന്നില്ല. ഇത് കണക്കി വെച്ചോ. വരികയാണോ സാറേ? പിടിച്ചോ, ഇങ്ങോട്ടോ സാർ. ഞാൻ എക്സ്-ആർമിമാനാണ് സാർ. എന്നിട്ടാണോ നായിന്റെ മോനെ ബ്ലാക്കി മദ്യം വെക്കുന്നത്? എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ. എവിടെടാ നിന്റെ മുതലാളി? അറിയില്ല സാർ. അവൻ എവിടെ പോയാലും അവന്റെ മൂക്കേനടിച്ച് പൊളിച്ചിരിക്കും. സതീശ, ഐ ആം വെരി അഗ്രസീവ് ഓഫീസർ. അറിയാം സാർ.